നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടിക്കേറ്റി നിർത്തിയിരിക്കുവാണ്. ആ സമയത്ത് വിക്രത്തിന്റെ വക്കീല് ഒബ്ജക്ഷൻ പറയാണ്. പിന്നീട് പറഞ്ഞു, സാർ, ഈ നിൽക്കുന്ന വേദ വിക്രം എന്നുള്ളത് ഇതേ പ്രതിയായിട്ട് നിൽക്കുന്ന വിക്രത്തിന്റെ ഭാര്യയാണ്. അവര് തമ്മില് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് ഭർത്താവിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഭാര്യ വന്നിരിക്കുന്നതാണ്. ഇതൊരു കാരണവശാലും സമ്മതിക്കരുതെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക. ഈ മൊഴി കോടതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് തെറ്റാണോ ശരിയാണെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. മൊഴി കൊടുക്കട്ടെ, അതിനുശേഷം കോടതി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഉണ്ട് കോടതിക്ക്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. പിന്നീട് അയാൾക്കൊന്നും പറയാനില്ലായിരുന്നു. അയാൾ അവിടെ ഇരിക്കുവാണ്. ഈ സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ വേദയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, പേരെന്താന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, വേദ ശങ്കരനാരായണൻ എന്ന് പറയണം. അപ്പൊ വേദ വിക്രം എന്നുള്ളതല്ല, വേദ ശങ്കരനാരായണൻ എന്നുള്ളതാ പറഞ്ഞ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണന്റെ മുഖം ഒന്ന് കുനിഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല അപ്പം വേദ വിക്രം എന്നുള്ള അത് ഭർത്താവിന്റെ പേരാണ്. പക്ഷെ ഭർത്താവിന്റെ പേര് എൻ്റെ പേരിനോട് കൂടെ ഇതുവരെയും ചേർത്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ പേര് വേദ ശങ്കരനാരായണൻ എന്നാന്ന് പറയാണ്. പിന്നീട് വേദയോട് ചോദിച്ചു, അല്ല സത്യത്തിൽ അന്ന് എന്താ നിങ്ങൾ കണ്ടത്? അന്ന് ശരിക്കും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഈ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞു വന്നതാണോ അതോ അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് വന്നാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങും വഴി അപ്രതീക്ഷിതമാണ് ആ കാഴ്ച കണ്ടതെന്ന് പറയണം. അല്ല, നിങ്ങൾ എന്ത് കാഴ്ച അവിടെ കണ്ടതെന്ന് ചോദിക്കുകയാണ്. അതായത് നിൽക്കുന്ന വിക്രം ഉണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനെ ഓടിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് ഒരു ഇരുമ്പ് കൊണ്ട് കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കുന്ന കാഴ്ച കണ്ടേന്ന് പറയണം. ശരിക്കും നോക്കിയേ, ഈ നിൽക്കുന്ന ആള് തന്നെയാണ് നോക്കാൻ പറയണം. അതെ, ഈ ആള് തന്നെയാണ്, ഒരു മാറ്റമില്ലെന്ന് പറയണം. അങ്ങനെ കോടതി വേദം മൊഴി കൊടുക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് നോക്കുന്നത്. വേദയ്ക്ക് പക്ഷെ ലെവലേശം കൂസലില്ലായിരുന്നു. വേദയ്ക്കറിയാം താൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം. അങ്ങനെ മൊഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേദ നിൽക്കുന്ന സമയത്ത് എതിർഭാവം വക്കീലിനോട് ശങ്കരനാരായണൻ ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും വിസ്തരിക്കാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയണം. അങ്ങനെ 26-ാം തീയതിക്ക് കേസ് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് കമല പുറത്തു വന്ന് പൊട്ടിക്കരയാണ്. ശ്രീജ കമലയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മേ കരയരുതേ, ഇത് കോടതിയാണ്. അമ്മ എന്തിനാ ഇങ്ങനെ കരയണേ? നമ്മുടെ സങ്കടപ്പെടാതെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും വിക്രത്തിനെ കൊണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം വിക്രം വന്നിട്ട് കമലയോട് പറഞ്ഞു, എന്താ അമ്മ എന്തിനാ കരയണേ? അമ്മ സങ്കടപ്പെടാതിരിക്കുക, ഞാനും കൂടെ വരത്തില്ലേന്ന് ചോദിക്കുക. എന്നാലും ഞാൻ അവളുടെ കയ്യെ പിടിച്ച പറഞ്ഞതാടാ മോനെ, മൊഴി കൊടുക്കരുതെന്ന്. നിനക്കെതിരായിട്ട് അവളും മൊഴി കൊടുത്തില്ലേടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഓ, അതാണോ കാര്യം? അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വന്നു. ശ്രീനിവാസനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല അങ്ങോട്ടേ എന്നിട്ട്, സാറേ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം. ഒരു പക്ഷേ ഇനി 26-ാം തീയതി ആകുമ്പോഴത്തേനും എൻ്റെ മോന് ശിക്ഷ കിട്ടുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. പക്ഷേങ്കിൽ ആ വക്കീല് പറഞ്ഞു കേട്ടോ, ആ ചെറുപ്പക്കാരനെ ക്രൂരമായിട്ടാണ് വിക്രം തല്ലിച്ചാച്ചെന്ന്. ഇനിയിപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന്. പക്ഷെ അങ്ങനെ നടക്കത്തില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് പരമാവധി ശിക്ഷ കിട്ടുമെന്നൊക്കെയാ പറയണേ. സത്യമാണോ എന്ന് ചോദിക്കാം. അതൊന്നും സത്യമല്ലാന്നേ, നമുക്ക് വിക്രത്തിനെ പുറത്തിറക്കാന്ന് പറയണം. ആ സമയം കമല പറഞ്ഞു, ഇന്ന് വരെ ഞാൻ സാറിനോട് ഒന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഇതെൻ്റെ അപേക്ഷയായിട്ട് കണക്ക് കൂട്ടണം. എൻ്റെ വിക്രത്തിനെ പുറത്തിറക്കി തരണമെന്ന് പറയണം. ആ സമയത്ത് ശ്രീനിവാസൻ വിക്രത്തോട് പറഞ്ഞു, എടാ നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയണം. പേടിയോ? എനിക്കോ? അങ്ങനെ ഒന്നുമില്ല സാറേ, എനിക്ക് ഈ കാര്യത്തിൽ സന്തോഷമുള്ളൂ, എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ സംസാരം കാര്യങ്ങളൊക്കെ തീർന്നെങ്കിൽ മര്യാദയ്ക്ക് വന്ന് വണ്ടിയിലേക്ക് കയറാം, ഇനി ജയിലിലേക്ക് പോകാൻ പോകുമെന്ന് പറയണം. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ കുറ്റക്കാരനെന്ന് തെളിയിച്ചിട്ടില്ലോ, പിന്നെ എങ്ങനെയാ? ആ കുറ്റക്കാരനെന്ന് തെളിയിച്ചാലും ഇല്ലല്ലോ ഇപ്പം ജയിലിലേക്കാ പോകണ്ടേ, മര്യാദയ്ക്ക് അയാളെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ പറയണം. പിന്നീട് വിക്രത്തിനെ കൈ പിടിച്ചുകൊണ്ട് 1-2 കോൺസ്റ്റബിൾമാർ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് കമല ശ്രീനിവാസന്റെ കൈ എടുത്തിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറയാം, ഉറപ്പായിട്ടും ഞാൻ രക്ഷിക്കും, അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കമലയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് വിക്രത്തെയും കൊണ്ട് പുറത്തേക്ക് പോണ സമയത്ത് അവിടെ സജീവനും രാജേട്ടനും ജോസഫ് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രാജേട്ടൻ വന്നിട്ട് വിക്രത്തെ വിളിക്കുകയാണ്. അപ്പോൾ ഒരു 2 സെക്കൻഡ് വിക്രത്തിന് വേണ്ടി കൊടുത്തു പോലീസുകാരൻ. അപ്പോൾ വിക്രം അവരോട് പോയി സംസാരിക്കുകയാണ്. ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു, എന്നാലും വേണ്ടിയിരുന്നില്ലട മോനെ, നിനക്ക് ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ വേദയോട്? എന്തിന്? അവളോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നെങ്കിൽ അവൾ മൊഴി കൊടുക്കുമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം അത് ശരിയാകത്തില്ലെന്ന് പറയണം.
എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്കറിയാവുന്ന കാര്യമല്ലേ? എങ്ങാനും ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നടക്കാൻ പോകുന്ന അറിയാലോ. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അതെ, രാജേട്ടൻ അറിയാവോ, ഞാൻ മുമ്പ് ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനാണ് ഈ പറയണത് ബാലൻ സാറ്. അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നേ. അദ്ദേഹം എന്നെ ഒരു പ്രതിയായിട്ടല്ല കണ്ടിരുന്നേ, എന്നെ മോനെ പോലെയാ കണ്ടിരുന്നേ. അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥ കണ്ടു. ഈ MLA വാസവനും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമായിരുന്നു. തൻ്റെ മോൾക്ക് സംഭവിച്ച ദുരന്തം എന്താണെന്ന് പുറത്ത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ കണ്ണുകളിൽ ആ മനസ്സിൻ്റെ വിങ്ങൽ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടാണ്. അപ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. എനിക്ക് ലെവലേശം കുറ്റബോധം ഇല്ലെന്ന് പറയണം. വിക്രം ഇത് പറഞ്ഞു ഇപ്പം രാജേട്ടൻ പറഞ്ഞു, എന്നാലും വേദയോട് പറയായിരുന്നെങ്കിൽ അവളിങ്ങനെ നിനക്കെതിരെ മൊഴി പറയായിരുന്നോ? നിന്റെ നിരപരാധിത്വം അവൾക്ക് മനസ്സിലാവില്ലായിരുന്നു ചോദിക്കും. വേണ്ട, ആരും പുറത്തറിയാൻ പാടില്ല. ഇപ്പം രാജേട്ടൻ അറിഞ്ഞല്ലോ, ഇങ്ങനെ ഇനി കാത് മാറി അറിയും. ബാലൻ സാറിന് ഒരു കാരണം വെച്ചാൽ നമ്മളായിട്ടൊരു ദോഷം ഉണ്ടാക്കി കൊടുക്കരുത്. അദ്ദേഹത്തിൻ്റെ മോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്ന് പറയണം. അപ്പോഴേക്കും പോലീസുകാരൻ വന്ന് വിക്രത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് കമലയും ശ്രീജയൊക്കെ വീട്ടിലേക്ക് വരുന്നത്. കമല വന്നിട്ട് ആകപ്പാടെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേനും മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷിനെ കണ്ടെന്ന് കമല പറഞ്ഞു, എൻ്റെ മോനെതിരായിട്ട് അവൾ കൊണ്ടുപോയി കൊടുത്തു, മൊഴി കൊടുത്തെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, പിന്നെ അവൾ എന്ത് ചെയ്യണം? അവൾ എന്താ ചെയ്യണ്ടേ? നടന്ന കാര്യമല്ലേ അവൾ പറഞ്ഞേ. നിയമം കയ്യിലെടുക്കാനായിട്ട് നിന്റെ മോൻ എന്താ അധികാരം എന്ന് ചോദിക്കണം. മാഷെ എന്നാലും ഇല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? അവൾ കണ്ട കാര്യം പറഞ്ഞു. അവൾ സത്യത്തിന്റെ നീതിയുടെ ഭാഗത്താ നിന്നേ. അവളെ എതിർത്ത് പറയാനായിട്ട് നിനക്കൊക്കെ എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിക്കുക. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാഷ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പക്ഷേങ്കിൽ നന്ദിനിക്ക് അതൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല. കാരണം വേദയെ സപ്പോർട്ട് ചെയ്ത് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് വിശ്വം അങ്ങോട്ട് ഇറങ്ങി വന്നു. വിശ്വം വന്നിട്ട് ശ്രീജയോട് ചെന്തായ കാര്യങ്ങളെന്ന് ചോദിക്കുക. അത് പിന്നെ വേദം മൊഴി കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. നന്ദിനി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ വിശ്വേട്ടാ? നിങ്ങളെല്ലാവരും കൂടെ തലയിലേക്ക് കയറ്റി വെച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ? എന്നിട്ടിപ്പോൾ എന്തായി? അമ്മ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു അവളോട് മൊഴി കൊടുക്കല്ലേന്ന്. എന്നിട്ടോ അവൾ അതൊക്കെ അനുസരിച്ചോ? ഇല്ല. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അമ്മയ്ക്കിടെ തന്നെ പണി കൊടുത്തിട്ട് അവള് വിക്രത്തിനെ ഞങ്ങളുടെ അകത്താക്കിയില്ലേ? പെണ്ണൊരുമ്പിട്ടാലെന്ന് കേട്ടിട്ടുള്ളൂ, ഇതുപോലത്തെ ഒരു പിശാചിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനുമാണ് വേദ അങ്ങോട്ട് കയറി വരുന്നതുണ്ടേ. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിയുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറി. നന്ദിനി അങ്ങോട്ട് പാഞ്ഞു തന്നു. നീ എങ്ങോട്ടാന്ന് ചോദിക്കണം. അതെന്താ നന്ദിനി അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം? അപ്പോഴേക്കും ശ്രീജയും വിശ്വമൊക്കെ പറഞ്ഞു, നന്ദിനി നീ എന്തൊക്കെയാ ചോദിക്കണമെന്ന് ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും മിണ്ടരുത്. പിന്നീട് വേദയോട് പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിന് പുറത്താണ് ഇങ്ങോട്ടേക്ക് കയറി വന്നേ എന്ന് ചോദിക്കുകയാണ്. ധൈര്യത്തിന് പുറത്തോ? ഇതെന്ത് ചോദ്യമാണ് നന്ദിനി അടുത്ത് പറയണേ? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ലെന്ന് ചോദിക്കുക. നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാം? ഇതെന്റെ ഭർത്താവിന്റെ വീടാന്ന് പറയാ. ഭർത്താവിന്റെ വീടോ? എടി, നീ നിന്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തിട്ട് വന്നിരിക്കുന്നതല്ലേ, പിന്നെ ഇതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കാം. അതെ, ഞാൻ എൻ്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തെന്നുള്ളത് ശരിയാ. പക്ഷെ ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. എൻ്റെ മരണം വരെ വിക്ര സുധാകരൻ തന്നെയായിരിക്കും എൻ്റെ ഭർത്താവ്. അതിൻ്റെ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. ആ നിലയ്ക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നന്ദിനിയടുത്തേക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനി കമലോട് പറഞ്ഞു, കേട്ടില്ലേ അമ്മേ ഇവള് പറയുന്നതൊക്കെ? ഇവള് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കുഴക്കമില്ലാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? പിന്നീട് വേദ പറഞ്ഞു, നന്ദിനിയുടെ അടുത്ത് അങ്ങ് മാറി നിൽക്കാൻ പറയണം. ഈ സമയം വേദ അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പിടിച്ച് കയ്യെ പിടിച്ച് അങ്ങോട്ട് പുറത്തേക്ക് വെളിയിലേക്ക് തള്ളാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എന്താ നന്ദിനി കാണിക്കണമെന്ന് നിൽക്കുക. ശ്രീജ പറഞ്ഞു, നന്ദിനി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, അറിയാലോ. വെറുതെ ഈ മുറ്റത്ത് കിടന്ന് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിൽക്കുക. നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. നന്ദിനി പക്ഷെ അത് കേട്ടില്ല. അമ്മേ ഈ നിമിഷം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, നന്ദിനിയെടുത്തി നിങ്ങൾക്കത് പറയാനായിട്ട് എന്താ അധികാരം ഉള്ളതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ പറയണ്ടെന്ന് പറയണം. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണെന്ന് പറയാം. അത് നിങ്ങൾ പറയണ്ട, അമ്മ പറയട്ടെ എന്ന് പറയണം. അമ്മേ പറയമ്മേ ഇവളോട് ഇറങ്ങിപ്പോൻ പറയുമെന്ന് പറയണം. പക്ഷേ എങ്കിലും കമല ഒന്നും മിണ്ടിയില്ല. കമല ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വേദ പറഞ്ഞേ, അമ്മ അങ്ങനെ ഒരിക്കലും പറയില്ല എന്ന് പറയണം. പറയമ്മേ, അമ്മ എന്താ മിണ്ടായിരിക്കണമെന്ന് ചോദിക്കണം. പിന്നീട് നന്ദിനി തന്നെ പറഞ്ഞില്ല, കണ്ടില്ലേ അമ്മ മിണ്ടായിരിക്കുന്നേ, അമ്മയുടെ മൗന സമ്മതമാണ് എന്ന് പറയാണ്. ആ സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ന് നന്ദിനിയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കണം മൗന സമ്മതമാണെന്ന്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് കമലയ്ക്ക് താല്പര്യമില്ലെങ്കിലോ അവളെ ഒരിടത്തേക്കും പോകുന്നില്ല, അവളെ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാ. അല്ല അത് പിന്നെ അച്ഛാന്നും പറഞ്ഞുകൊണ്ട്
അങ്ങോട്ടേക്ക് നന്ദിനി കയറി ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛനറിയാലോ ഈ കുടുംബത്തിന്റെ അന്തസ്സും കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? നന്ദിനി ഈ കുടുംബത്തിന്റെ അന്തസ് നോക്കിയാണോ ഇത്ര നാളും പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അവള് തെറ്റ് ചെയ്തെന്ന് പറയാനായിട്ട് നിനക്ക് എന്ത് അധികാരം അവകാശം ഉള്ളത്? അവള് തെറ്റ് ചെയ്തിട്ടില്ല. അവള് കണ്ട കാര്യം അവള് കോടതിയിൽ പറഞ്ഞു. അതിന് അവൾക്കെതിരെ ആരും നീങ്ങേണ്ട കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അവളെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടാനും നോക്കണ്ട. പറഞ്ഞു വിടാൻ നോക്കിയാലും അവളെ ഞാൻ പറഞ്ഞു വിടത്തില്ല. മോളെ നീ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരാൻ പറയാണ്. ആ സമയം വേദ കമലയെ നോക്കി കമലയുടെ അടുത്ത് നിന്ന് കമലയുടെ തോളത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ കമലയെ കയ്യങ്ങൾ തട്ടി മാറ്റുവാണ്. ആ സമയം മാഷ് പറഞ്ഞു, മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട, നീ ഇങ്ങോട്ട് കയറി പോരാൻ പറയാണ്. നീ മുറിയിലേക്ക് കയറി പോകാൻ പറയാണ്. നന്ദിനിയെ നോക്കിയിട്ട് വേദ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാഷ് പറഞ്ഞു, അതെ അവളെ കുറ്റം ചുമത്താനും ആരും ശ്രമിക്കുമൊന്നും വേണ്ട. അവൾ ഈ വീട്ടിൽ തന്നെ കാണും. അവൾ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ലെന്ന് പറയാണ്. മാഷം കൂടെ പോയി. നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് വിഷം പറഞ്ഞു, അതെ അങ്ങനെ എന്തേലും വേദ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തേലും ഒരു കാരണം കാണുമായിരിക്കും എന്ന് പറയാണ്. ശ്രീജ അത് തന്നെയാണ് പറയണേ. ആ സമയം വേദ അകത്ത് പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. വേദയുടെ മനസ്സിലേക്ക് വല്ലാത്ത ചിന്തകളൊക്കെ വരുവാണ്. മുറിയിൽ പോയി തനിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും താൻ ഒറ്റപ്പെട്ടതുപോലൊരു ചിന്ത വേദയ്ക്ക് തോന്നുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. എല്ലാ ദിവസവും ഒരു 8:30-9 മണിക്കുള്ളിൽ തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. എന്താണെങ്കിലും ഇനി നമ്മൾ കാണാൻ പോകുന്ന അവസാനം വേദ സത്യങ്ങളൊക്കെ അറിയുന്നതൊക്കെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.